ഹായ്, ഹലോ. ഞങ്ങൾ കൊൽക്കത്തയിൽ വന്നിട്ട് കൊൽക്കത്തയിലെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കാണാൻ പോയിരുന്നില്ല. അപ്പം ഇന്ന് ഞങ്ങൾ കൊൽക്കത്തയിലെ ഏതാനും സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കണ്ട വലിയൊരു ബ്രിഡ്ജാട്ടോ ഇത്. വലിയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അയ്യോ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ ബ്രിഡ്ജ് കഴിയണ്ടെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ ഉണ്ട് ഈ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് വിശുദ്ധ മദർ തെരേസയുടെ കബറിടത്തിലേക്കാണ്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ കൊൽക്കത്ത എത്താറായപ്പോൾ കൊൽക്കത്തയുടെ ഒരു സ്പെഷ്യൽ ചായ നമ്മൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ പോട്ട് ടീ അല്ലെങ്കിൽ മഡ് കപ്പ് ടീ എന്നൊക്കെ പറയുക. പക്ഷെ നല്ലൊരു ചായ കേട്ടോ, നല്ല ബെസ്റ്റ് ചായ. 1.5 മണിക്കൂർ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. ഞാൻ എൻ്റെ പട്ടത്തിൻ്റെ താങ്ക്സ് കാർഡിൽ എൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകിൽ വിശുദ്ധ മദർ തെരേസയുടെ ഫോട്ടോ അടിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തെ തന്നെ അതിശയിപ്പിച്ച, ഈ ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിശുദ്ധയാണ്, ഒരു ധീര വനിതയാണ് വിശുദ്ധ മദർ തെരേസ. കൊൽക്കത്തയിൽ വന്നിട്ട് ആ ധീര വനിതയുടെ കബറിടത്തിൽ പോയില്ലെങ്കിൽ അത് വളരെ ഒരു നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ നമ്മുടെ വിശുദ്ധ മദർ തെരേസയുടെ കബറിടത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഞാനുണ്ട്, ഓസ്റ്റിനച്ഛനുണ്ട്, പിന്നെ ഞങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്ന പ്രദീപ് അച്ഛനുണ്ട്, ജോസഫ് അച്ഛനുണ്ട്. വളരെ ആഗ്രഹത്തോടെ സ്വപ്ന തുല്യമായ ഒരു കബറിടത്തിലേക്ക്, ഈ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ, അതിശയിപ്പിച്ച, ഈ ഭൂമിയിൽ ഇന്നും ഒരാൾക്ക് പോലും ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത ചെയ്ത് വിശുദ്ധിയായി തീർന്ന വിശുദ്ധ മദർ തെരേസയുടെ കബറിടം. ആ കബറിടത്തിന് മുമ്പിൽ എത്തുന്നത് വരെ ഞങ്ങളുടെ മനസ്സിൽ നിറയെ ഒരു 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 ആത്മീയ നിർവൃതിയായിരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മദർ തെരേസയുടെ കബറിടം. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കിട്ടിയ മനസ്സിന് കിട്ടിയ സന്തോഷവും സമാധാനമൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് വിശുദ്ധ മദർ തെരേസയുടെ മ്യൂസിയം. ഇവിടെ നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്നൊരു മലയാളം ബുക്ക് നമ്മളവിടെ നിന്ന് എടുത്തിരുന്നു. ഇതാണ് വിശുദ്ധ മദർ തെരേസയുടെ മുറി. അവിടെയും നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളും അവിടെ പോയി പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമായിരുന്നു. അവിടെയൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു ആത്മീയത അനുഭവമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അച്ഛന്മാരായതുകൊണ്ട് സിസ്റ്റർ മദർ തെരേസ പ്രാർത്ഥിച്ച ആ ഒരു പള്ളിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഇതാണ് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലം, പ്രിയപ്പെട്ടവരെ. അതായത് വിശുദ്ധ മദർ തെരേസ നിന്ന ആ സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ ഫോട്ടോയും ആ സ്ഥലം കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് ഭയങ്കരമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആ സിസ്റ്ററുടെ കൂടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു രൂപമുണ്ട്, ഈ മദർ തെരേസ നമ്മൾ അനുഗ്രഹിക്കുന്ന പോലെ ഒരു രൂപം. അവിടെ നിന്നപ്പോൾ ശരിക്കും മദർ തെരേസ അനുഗ്രഹിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പിന്നെ അവിടെ ഉണ്ടായ സിസ്റ്റർ വിശുദ്ധ മദർ തെരേസയുടെ ഒരു കാശ് രൂപമൊക്കെ ഞങ്ങൾക്ക് തന്നു. ഞാൻ മദർ തെരേസയുടെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഇത്രയും ഒരു സന്തോഷം എന്ന്. കാരണം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. അതുകൊണ്ടാണ് എൻ്റെ പട്ടത്തിൻ്റെ താങ്ക്സ് കാർഡിൽ പോലും ഞാൻ വിശുദ്ധ മദർ തെരേസയുടെ ഫോട്ടോ അടിച്ചേക്കുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റിയ വലിയ സന്തോഷം.